കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ നേരിട്ട് വിലയിരുത്തി കെ വത്സരാജ് എം.എൽ.എ. കുടിവെള്ളക്ഷാമം, വെള്ളക്കെട്ട്, കാനയുടെ അഭാവം തുടങ്ങിയ പരാതികൾ പ്രദേശവാസികൾ എം.എൽ.എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലെ LBS ഉന്നതിയും IHDP ഉന്നതിയുമാണ് കെ വത്സരാജ് എം.എൽ.എ. സന്ദർശിച്ചത്. പ്രദേശവാസികൾ നേരിടുന്ന അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനായിരുന്നു സന്ദർശനം. സന്ദർശനത്തിനിടെ കുടിവെള്ളക്ഷാമം, മഴക്കാലത്ത് രൂക്ഷമാകുന്ന വെള്ളക്കെട്ട്, കാനയുടെ അഭാവം മൂലമുള്ള ദുരിതം തുടങ്ങിയ വിഷയങ്ങൾ നാട്ടുകാർ എം.എൽ.എയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. വർഷങ്ങളായി തുടരുന്ന ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും ആവശ്യമായ വികസന പ്രവർത്തനങ്ങൾ എത്രയും വേഗം നടപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പ്രദേശവാസികളുടെ പരാതികൾ വിശദമായി കേട്ട എം.എൽ.എ. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകി. ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്നു. അവരവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ബ്ലോക്ക് മെമ്പറും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പരിഹാരം എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ടെക്നിക്കൽ സൈഡ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർമാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ പഠിക്കണം. അത് ബ്ലോക്ക് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്. ബ്ലോക്ക് AE വന്നിട്ട് അത് നോക്കി അവർ അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതിന് അതിൻ്റെ സാമ്പത്തികം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യം അത് വെച്ചിട്ട് നോക്കിയിട്ടാണ് പറയാൻ പറ്റുക. എന്തായാലും ഇവരുടെ പ്രയാസങ്ങൾ നമുക്ക് മനസ്സിലാകാവുന്നതാണ്. വെള്ളക്കെട്ടുണ്ട്, കാന വേണ്ട രീതിയിൽ പ്രവർത്തിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നില്ല, അത്തരം കാര്യങ്ങൾ. പിന്നെ കുടിവെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നമുണ്ട്. ഈ കാര്യങ്ങളിലൊക്കെ സാധ്യമായ അത്ര ഇടപെടാൻ ശ്രമിക്കാമെന്നുള്ളതാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. സന്ദർശനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രജീന റഫീഖ്, വാർഡ് മെമ്പർ സീന ഇസ്മയിൽ എന്നിവരും എം.എൽ.എക്കൊപ്പം ഉണ്ടായിരുന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.